സാർ ചോദിച്ചോളൂ. ഇവിടെ കുറച്ചു നേരത്തെ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള ചോദ്യം നടന്നു. ജില്ലാ ആശുപത്രിയിലെ അവിടെ ഡയാലിസിസ് മെഷീൻ ഉണ്ടോ, അവിടെ മറ്റുള്ള സൗകര്യം ഉണ്ടോ എന്നൊക്കെ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിങ്ങൾ കടന്നുപോയി പരിശോധിച്ചാൽ അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു ചെറിയ മെഡിക്കലിന്റെ ഒരു സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ? ഇപ്പൊ കിട്ടുമല്ലോ, ആ ക്രെഡിറ്റ് കൂടെ അടിച്ച് നമുക്ക് പോവാം. വടക്കേന്ത്യയിൽ പോയി ധാരാളം ഗ്രാമങ്ങൾ പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം UP എന്റെ വൈഫിനെ ഒന്ന് മൂത്രമൊഴിക്കാൻ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നത് കരിമ്പുതോട്ടമാണ്. ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മറ്റൊരു ചോദ്യം, ഇവിടെ 4 അക്ഷരം ഇംഗ്ലീഷ് പഠിപ്പിക്കാനും പഠിപ്പിച്ച ഇവിടെയുള്ള മറ്റുള്ള മിഷണറിമാരെ തല്ലിക്കൊല്ലുന്നതോ പട്ടിയെ പോലെ അടിച്ചമർത്താണോ ഇവിടുത്തെ വടക്കേന്ത്യയിലെ നയം? ഇതിന് എന്തു മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റും? കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഹരി വളരെ പെട്ടെന്ന് ഹരി മറുപടി കൊടുക്കണം. കാരണം വളരെ പ്രസക്തമായ അദ്ദേഹത്തിന്റെ നിങ്ങളുടെ വികസനം നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ വലുതാണെന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ ദുരനുഭവത്തിൽ ഞാനും ഖേദിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് ഞാൻ വടക്കേ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എല്ലാ ആരോഗ്യ മേഖലയും പൂർണ്ണമായത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എനിക്ക് മുമ്പിലുള്ള തൃശൂർ ജനത വോട്ട് ചെയ്യേണ്ട എനിക്ക് മുമ്പിലുള്ള ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തലായിട്ട് വർഷത്തിലും മേലെയായി എന്നാണ് ഞാൻ പറഞ്ഞത്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷവും. 7 മണിക്ക് ന്യൂസ് 18 ചാനൽ ചർച്ച നടത്തുമ്പോ ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റോ ഒരു പീഡിയാട്രിഷനോ ഒരു ഗൈനക്കോളജിസ്റ്റോ ഉൾപ്പെടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഈ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അസുഖം വന്നാൽ അവിടെ കിടന്ന് മരിക്കുകയല്ലാതെ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ക്ഷമ വേണ്ടേ, സഹിഷ്ണുത വേണ്ടേ, മര്യാദ വേണ്ടേ? എന്താ കമ്മ്യൂണിസ്റ്റ് എന്തോ എങ്ങനെ ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടെ. കമ്മ്യൂണിസ്റ്റുകാരത് മോശല്ലേ? സഹിഷ്ണുത വേണ്ടേ? അപ്പൊ ഈ ആശുപത്രിയിൽ ചികിത്സിക്കാനായി ഈ സമയത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇല്ല. ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്രയൊക്കെ വികസിച്ചെങ്കിൽ പിണറായി വിജയൻ എന്തിനാ ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോണത്? ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് പോണത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ നേടിക്കൂടെ? എല്ലാം കൈവരിച്ചെങ്കിൽ കൊടിയേരിയുടെ പാർട്ടി ചെലവിൽ എന്തിനാണ് അമേരിക്കയിലേക്ക് പോയത്? പോയെ